ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് കബാലിയത്ത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ബീഫ് നല്ല കഴുകി വൃത്തിയാക്കി വെച്ച ബീഫിലേക്ക് കുറച്ച് മസാല തേക്കണം. ഒരു 2 കിലോ ബീഫ് ഉണ്ടാവും. വലിയ പീസായിട്ട് നമ്മൾ ബിരിയാണീൻ്റെയൊക്കെ പീസ് പോലെ. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1.5 ടീസ്പൂൺ കബ്സ മസാലപ്പൊടി. ഇനി അറബിക് സ്പൈസസ് ഏതായാലും മതി കേട്ടോ, മന്തീൻ്റെ മസാലയോ കബ്സ മസാല അങ്ങനെ എന്തായാലും മതി. ഒരു 4 പച്ചമുളക് കീറിയത് കേട്ടോ. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്, അതേപോലെ തന്നെ പിന്നെ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്. ഇതും കൂട്ടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. പിന്നെ വേണ്ടത് ഒരു മാഗീൻ്റെ ക്യൂബാണ്. ഇതുപോലെയുള്ളൊരു ക്യൂബ് നന്നായിട്ട് പൊടിച്ചിട്ട് അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇറച്ചിയിൽ തേച്ച് പിടിപ്പിക്കുക. ഇത് മസാലയൊക്കെ തേച്ച് ഒരു 10 മിനിറ്റ് റെസ്റ്റിന് വെക്കണം. അപ്പോൾ ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ മാഗീൻ്റെ ക്യൂബിൽ ഉപ്പ് ഓൾറെഡി ഉണ്ട്, അതുകൊണ്ടാണ് ആദ്യം പറയാതിരുന്നത്. അത് കഴിച്ചിട്ട് ബാക്കിയുള്ള കുറവുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് ഒരിച്ചിരി മല്ലിയില, അതേപോലെ തന്നെ ഒരിത്തിരി പുതിന ഇല. ഇതും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്ത് 10 മിനിറ്റ് റെസ്റ്റിന് വയ്ക്കുക. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഈ ബീഫ് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ പാത്രത്തിലാണ് വെക്കണമെങ്കിൽ ബീഫ് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി കുക്കറിലാണ് വെക്കുന്നതെങ്കിൽ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. നമ്മൾ ബീഫ് കഴുകുമ്പോഴേ ഉള്ള ആ ഒരു ഇച്ചിരി വെള്ളം ഉണ്ടാവും. അത് വെച്ച് ഒരു വിസിലും അടുപ്പിക്കുക. ഒരു 20 മിനിറ്റ് വെച്ചാൽ മതി, ബീഫ് നല്ല വെന്ത് കിട്ടും. അപ്പോൾ കബാലിയത്തിലേക്കുള്ള ബീഫ് നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്കുള്ള ചോറ് റെഡിയാക്കാം. അതിനായിട്ടൊരു പാത്രം വയ്ക്കുക. പാത്രം ചൂടാകുമ്പോൾ 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് 1 കഷ്ണം കറുവാപ്പട്ട, ഒരു 4-5 ഏലക്ക, ഒരു 3-4 ഗ്രാമ്പു, ഇതൊന്നിട്ട് കൊടുക്കുക. ഇതൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ആവശ്യമായിട്ട് ചോറ് വെക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മൾ സെല്ല ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു അരമണിക്കൂർ കുതിർത്തി വെച്ച അരിയാണ്. നമ്മൾ എടുക്കുന്ന അരിൻ്റെ ഇരട്ടി വെള്ളം വയ്ക്കുക. ഇനി വെള്ളത്തിലേക്ക് മാഗീൻ്റെ ഒരു ക്യൂബ് പൊടിച്ച് ഇട്ട് കൊടുക്കുക. ഒരു ടീസ്പൂൺ കബ്സ മസാലപ്പൊടി, ഒരു ഉണങ്ങിയ ചെറുനാരങ്ങ, പിന്നെ ഒരു 1/2 ടീസ്പൂൺ നെയ്യ്. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ വെള്ളം ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അരിയിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിയിട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് നോക്കിയിട്ട്, നമ്മൾ മാഗീൻ്റെ ക്യൂബ് ഇട്ടതാണ്, അപ്പോൾ ആ ഉപ്പ് നോക്കിയിട്ട് ബാക്കിയുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. അടച്ചു വെച്ച് ചോറൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മളെ ബീഫിലേക്ക് നമുക്ക് കുറച്ച് മസാല റെഡിയാക്കാനുണ്ട്. ആ മസാല റെഡിയാക്കാനായിട്ട് ഒരു പാൻ വെക്കുക. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക.
ഇനി ഇതിലേക്ക് ഒരു 2 വലിയ സവാള നീളത്തിൽ കനം കുറഞ്ഞരിഞ്ഞത് ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ വഴറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 പച്ചമുളക്, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ കപ്സ മസാലപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ ഈ മസാലയിൽ ശരിക്കും നമ്മളെ കുരുമുളകിൻ്റെ എരിവും പച്ചമുളകിൻ്റെ എരിവാണ് കൂടുതലും ഉണ്ടാകുക. നമ്മൾ റെഡ് ചില്ലി പൗഡർ ഉപയോഗിക്കുന്നില്ല. പിന്നെ അപ്പോൾ ആ കുരുമുളകിൻ്റെ ഒരു നല്ലൊരു ഫ്ലേവർ ആ ഇറച്ചിയിലേക്ക് വരും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എരിവിനനുസരിച്ച് കുരുമുളക് പൊടി കൂടുതൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മളെ ബീഫൊക്കെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. അതല്ലേ നല്ല വെന്തിട്ടുണ്ട് ബീഫ്. ഇതാ നല്ല വെന്തിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു ഗ്രേവി ഇതിലുണ്ട്. ഇനി നമ്മൾ ഉള്ളിയൊക്കെ വഴറ്റി വെച്ച ആ മസാലക്കൂട്ട് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇതുപോലെ ക്യാരറ്റ് കനം കുറഞ്ഞ നീളത്തിൽ അരിഞ്ഞത് ഒരു ചെറിയ ക്യാരറ്റ് അത് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ക്യാപ്സിക്കം നീളത്തിനരിഞ്ഞത് കുറച്ച് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പുതിന ഇല ചെറുതായി അരിഞ്ഞത്, അതേപോലെ തന്നെ 1 ടീസ്പൂൺ മല്ലിയില ചെറുതായി അരിഞ്ഞത്. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് ഒരടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ചെറിയ തീയിൽ വെക്കുക. ഇപ്പോൾ നമ്മളെ ബീഫ് റെഡി ആയിട്ടുണ്ട്. കബാലിയത്തിലേക്കുള്ള ബീഫ് റെഡി ആയിട്ടുണ്ട്. നമ്മളെ ചോറും റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് രണ്ടും ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം.